മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡൽഹി സ്ഫോടനത്തിൽ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് സംശയ നിഴലിലായതോടെ പാകിസ്ഥാനിൽ അതീവ ജാഗ്രതയിൽ നാവിക സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് വ്യോമത്താവളങ്ങളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പാക് സൈന്യം അതീവ ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ട്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് അടിയന്തര സാഹചര്യത്തിനും തയ്യാറെടുക്കാനും സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക ശാഖകൾക്കും നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട്. പാക് പിന്തുണയുള്ള ഭീകര സംഘടനകളുടെ ഏത് ആക്രമണവും ഇന്ത്യക്കെതിരായ ആക്രമണവുമായി കണക്കാക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നുമുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ഡൽഹിയിലെ ആക്രമണം. ഡൽഹി സ്ഫോടനത്തിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് സംശയ നിഴലിലായതോടെ പാകിസ്ഥാനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നാവിക സേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്നാണ് വ്യോമത്താവളങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാക് സൈന്യം അതീവ ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ട്. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് അടിയന്തര സാഹചര്യത്തിനും തയ്യാറെടുക്കാനും സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക ശാഖകൾക്കും നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. പാക് പിന്തുണയുള്ള ഭീകര സംഘടനകളുടെ ഏത് ആക്രമണവും ഇന്ത്യക്കെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നുമുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ഡൽഹിയിലുള്ള ആക്രമണം.